السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. സ്നേഹമുള്ളവരെ, സൂറ അസ്-സുമറിലെ 10-ാമത്തെ വചനം. ഒക്ടോബർ 10 അഥവാ ഇന്നലെ ലോകത്ത് മാനസികാരോഗ്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നൊരു ദിനമായിരുന്നു. ആരോഗ്യമെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്നായി. ഇപ്പോൾ നമ്മൾ പറയുന്നു രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യത്തിന്, ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമൊക്കെ സമ്പൂർണമായ സൗഖ്യമുണ്ടാകുമ്പോഴാണ് ആഫിയത്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ മനുഷ്യരെത്തിച്ചേരുക. അത് മനുഷ്യന് 100 കിലോ ഭാരം പൊക്കാൻ ശേഷിയുള്ള ഒരാൾക്ക് വലിയ അധ്വാനമുള്ള ജോലി വളരെ നിഷ്പ്രയാസം ചെയ്യാൻ ആരോഗ്യമനുവദിക്കുന്നൊരു വ്യക്തിക്ക് ചിലപ്പോൾ മാനസികാരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മനസ്സിൻ്റെ അസൂയയുടെ പേരിൽ പലതുകൊണ്ടും മാനസികമായി അയാൾ രോഗിയായിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഇന്നഫിൽ ജസദി മുദ്ഗ, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്. അത് നന്നായി കഴിഞ്ഞാൽ മനുഷ്യനൊക്കെ നന്നാവും. വഇദാ ഫസദത്, അത് കേടുവന്നു കഴിഞ്ഞാലോ മനുഷ്യൻ്റെ ജീവിതം ആകെ കേടുവരും. എന്നിട്ട് റസൂല പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, അതാണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന് റസൂല വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാലോ, നേരം വെളുത്തു കഴിഞ്ഞാൽ പാതയോരങ്ങളുടെ നടക്കാൻ ഇറങ്ങുന്നവർ, വ്യായാമം ചെയ്യുന്നവർ, ബീച്ചിലൂടെ ഓടുന്നവർ, അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിനെയും കളിക്കുന്നവർ, നീന്തി തുടിക്കുന്നവർ, അങ്ങനെ അവരവൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പ്രത്യേക ഉപദേശങ്ങളോ വയലുകളോ ഒന്നും വേണ്ട. എല്ലാ ആളുകൾക്കും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. എന്നാൽ മാനസിക ആരോഗ്യം എന്നുള്ളൊരു വിഷയം കുറച്ച് കാലം മുമ്പൊന്നും ഒരു പഠന വസ്തുവേ ആയിരുന്നില്ല. ഇന്ന് പക്ഷേ ആളുകൾ മാനസികാരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന വീഡിയോകൾക്കും അതിൻ്റെ ക്ലാസ്സുകൾക്കും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുമൊക്കെ ചെവി കൊടുക്കുന്നൊരു കാലമാണ്. ആളുകൾ ശ്രദ്ധിക്കും, അതിപ്പോൾ നല്ലൊരു സംഗതിയാണല്ലോ, എങ്ങനെയാണത് ഉണ്ടാക്കിയെടുക്കുക? കാരണം മനുഷ്യന് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ആകുലതകളും വരാനുള്ള കാലത്തെക്കുറിച്ചുള്ള ടെൻഷനുമാണ് പലപ്പോഴും മനുഷ്യൻ്റെ മാനസികാരോഗ്യം തകർക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, വാർദ്ധക്യം, രോഗം, അതുപോലെ സാമ്പത്തിക മാന്ദ്യം, കുടുംബരംഗത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ടെൻഷനും ഡിപ്രഷനും ഒക്കെ ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ 7-ൽ ഒരാൾ ഈ മാനസികാരോഗ്യം കുറഞ്ഞവരാണ് എന്നും കേരളത്തിൻ്റെ ജനസംഖ്യയിൽ 12.48% ആളുകൾ മാനസിക രോഗികളാണ്, അല്ലെങ്കിൽ ചെറിയ രൂപത്തിലെങ്കിലും അതിനടിമപ്പെട്ടവരാണ് എന്നാണ് പഠന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. അപ്പോൾ എന്താണ് മാനസികാരോഗ്യം കൂട്ടാനുള്ള വഴി? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് ബേജാറാകേണ്ടതില്ല.
അതിനാണ് അള്ളാഹു തൗബ നിശ്ചയിച്ചു തന്നത്. ജീവിതത്തിലെ വല്ല തെറ്റുകളോ പാളിച്ചകളോ പോരായ്മകളോ ഒക്കെ ഓർത്ത് വെക്കുമ്പോൾ പടച്ചോനെ എൻ്റെ ആയുസ്സിൽ ഇങ്ങനെ വന്നു പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആലോചിക്കേണ്ടതില്ല. തെറ്റുകൾ മനുഷ്യ സഹജമാണെന്നും അത് യാതൊരു കലർപ്പമില്ലാത്ത പ്രാർത്ഥനയിലൂടെ തൗബയിലൂടെ അത് കഴുകി തുടച്ചെടുക്കാമെന്നും അതിനാണ് തൗബ സംവിധാനിച്ചത് എന്നും നമ്മളെ പഠിപ്പിക്കും. പിന്നെ ഭാവിയിൽ നമ്മൾ എന്താ ആയിത്തീരുക, നമ്മൾ ഈ രോഗം എന്തായിത്തീരും, മക്കളൊക്കെ നോക്കുവോ, സാമ്പത്തികമായിട്ട് നമ്മൾ കുടുങ്ങിപ്പോവോ, ഇതൊക്കെ തവക്കുലിൽ അഭയം തേടലാണ്. ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയതിനെ കഴുകി തുടക്കാൻ തൗബയും വരാനുള്ള ആശങ്കകളെ പിടിച്ചു കെട്ടാൻ തവക്കുലും ഉണ്ടാകുന്നതോടുകൂടി മാനസിക ആരോഗ്യം ഏറെക്കുറെ സജ്ജമാകും. മറ്റൊരു ഉദാഹരണം പറയാം. അബൂ തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി മരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അറിയാത്ത ഭാവത്തിൽ കുട്ടി മരിച്ച വൈകാരിക പ്രകടനങ്ങളൊന്നും കാണിക്കാതെ ഭർത്താവിനെ സ്വീകരിക്കുന്ന രംഗം ഹദീസിലുണ്ട്. ഭർത്താവിന് വേണ്ടുന്ന പരിചരണങ്ങളൊക്കെ നൽകിയതിന് ശേഷം പറയുന്നൊരു വാക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. നമ്മൾ ഒരു വീട്ടുകാരോടൊരു സാധനം വായ്പ വാങ്ങി, നമ്മളെ ആവശ്യം കഴിഞ്ഞും തിരിച്ചു കൊടുക്കാത്തപ്പോൾ അയൽവാസികൾ വന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ ആ സാധനം ആവശ്യം കഴിഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തെളിയിച്ച് പറഞ്ഞാൽ അയൽപക്കത്തെ വീട്ടിൽ നിന്നൊരു കോണി അല്ലെങ്കിൽ ഒരു ഏണി കടം വാങ്ങി, നമ്മളെ ആവശ്യം കഴിഞ്ഞ് അത് തിരിച്ചു കൊടുത്തില്ല, കൊടുക്കാനോ എതിയാടെ വെച്ചു. അയൽവാസികൾ ആവശ്യം വന്നപ്പോൾ, അല്ല നിങ്ങളെ കോണിൻ്റെ ആവശ്യം കഴിഞ്ഞില്ലേ, ഞങ്ങൾക്കൊരാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ കോണി കൊണ്ടുപോകുമ്പോൾ ഇയാൾക്ക് വല്ല പരിഭവം ഉണ്ടാവുമോ? ഒരു ജാള്യത ഉണ്ടാവും. ഏത് വാങ്ങിക്കൊണ്ടെന്ന് കൊടുത്തില്ലല്ലോ, അവർ ചോദിക്കാൻ വരേണ്ടി വന്നില്ല ഇപ്പം കൊടുക്കാൻ എന്നൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ കൊണ്ടുപോയതിൽ അവരോട് ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ ഒന്നും ഉണ്ടാവില്ല. ഇത് അബൂ തൽഹയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് പറയുന്നത്, എങ്കിൽ കുട്ടിയെ തന്ന റബ്ബ് കുട്ടിയെ തിരിച്ചെടുത്തിരിക്കുന്നു. നമുക്ക് കുട്ടിയെ തന്ന റബ്ബ് നമ്മുടെ കുട്ടിയെ റബ്ബ് തിരിച്ചെടുത്തിരിക്കുന്നു. ഫഹ്തസിബ് വലദക്ക, ഇനി അള്ളാഹിനോട് നിങ്ങൾ കൂലിയെ പ്രതീക്ഷിച്ചോളൂ, മകൻ മരിച്ചു പോയിട്ടുണ്ട് എന്ന് ഭാര്യ പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളമാണ് ആ മനസ്സിന്റെ ആരോഗ്യം എന്നൊരൊറ്റ വാക്ക് മതി നമുക്ക്. ഒരുപാട് അത് വിശദീകരിക്കണ്ട. കാരണം ആ ഒരു പെണ്ണ്, നബി വളർത്തിയെടുത്ത സമാജത്തിലൊരു പെണ്ണ് പോലും, ഒരു കുട്ടി മരിച്ചിട്ട് പോലും വൈകാരികമായ ഭാവങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് അതിനെ ക്രിയാത്മകമായി ചിന്തിച്ച് ചെയ്യുന്നൊരു സംഗതി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളമായിരുന്നു. മാത്രല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ ഏത് ഈമാനുള്ളവരുടെയും മനസ്സൊന്ന് ചാഞ്ചാടും. അത് ഈമാനില്ലാത്തോണ്ടല്ല മനുഷ്യന്മാർക്ക് ദുഃഖം ഉണ്ടാവുന്നതും പ്രയാസങ്ങൾ ഉണ്ടാകുന്നതും ബേജാറാവുന്നതും ഒന്നും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈമാനില്ലാത്തൊരു മനുഷ്യനാവില്ലല്ലോ, അള്ളാഹ് നബിയായി തെരഞ്ഞെടുത്ത ഒരാളല്ലേ. ആ യാക്കൂബ് നബിയുടെ ഒരു മകനെ കാണാനില്ല, ചെന്നായ പിടിച്ചുപോയി എന്ന് പറയുകയും മറ്റൊരു മകൻ അളവ് പാത്രം മോഷ്ടിച്ചതിന്റെ പേരിൽ ജയിലിലായി എന്നൊക്കെ കേൾക്കുമ്പോൾ ആ വാപ്പ അനുഭവിച്ച ദുഃഖത്തിന്റെ ആഴം ഖുർആൻ ഒറ്റവാക്കിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസൻ, ദുഃഖം കാരണത്താൽ യാക്കൂബ് നബിന്റെ കണ്ണുകൾ വെളുത്തുപോയി, തിമിരം ബാധിച്ചു പോയി എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ യാക്കൂബ് നബിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മാനസികാരോഗ്യം ഇല്ലാത്തത് കൊണ്ടും അല്ല, മറിച്ച് ആരോഗ്യമുള്ളവനും ചില വാർത്തകളും ചില സംഭവങ്ങളും ഒക്കെ ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയിലാവും. പക്ഷെ എന്ത് ചെയ്യും? വിശ്വാസത്തിൽ വീണു പോവാതെ ഇന്നമാ അഷ്കു ബസി വഹുസിനി, എൻ്റെ സങ്കടങ്ങളും എൻ്റെ വേദനകളും ഞാൻ അള്ളാഹുവിനോടാണ് പറയുക എന്ന് പറഞ്ഞ് വഹുവ ഖലീമുൻ, ആ ദുഃഖങ്ങളെ കടിച്ചു പിടിക്കുന്നവനായിരുന്നു യാക്കൂബ് നബി എന്ന് അള്ളാഹ് തന്നെ പറയുന്നു. ദുഃഖമുണ്ട്,
മകൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ബേജാറുണ്ട്. പക്ഷെ അത് വിചാരിച്ച് പിറ്റേന്ന് കയറെടുത്ത് തൂങ്ങി മരിക്കാനോ അല്ലെങ്കിൽ നുബുവത്തിൽ നിന്ന് ഒളിച്ചോടാനോ, എന്താ ഇപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ അള്ളാന്റെ അടിമയാന്ന് പറഞ്ഞ് നടന്നത്, എനിക്കെന്നെ ഇങ്ങനെ വന്നില്ലേ, ഇന്റെ 2 മക്കളാണല്ലോ ഇപ്പൊ ഈ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് നിരാശയടിയാനോ യാക്കൂബ് സന്നദ്ധനായില്ല. യാക്കൂബ് പറഞ്ഞു, ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ള നിലക്ക് എൻ്റെ സങ്കടങ്ങളും എൻ്റെ ദുഃഖങ്ങളും ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വിധാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ നമുക്കറിയാലോ, നമുക്ക് വിശ്വാസം എന്തെന്ന് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹ് അയച്ച റോൾ മോഡലാണ് റസൂലുള്ളാഹ്. ആ റസൂലിന്റെ ഭാര്യ ഖദീജ മരിച്ചു, പിതൃവ്യൻ അബൂ താലിബും മരിച്ചു. ആ മരിച്ച കൊല്ലത്തിന് ഇസ്ലാമിക ചരിത്രം നൽകിയ പേര് ആമുൽ ഹുസൻ, ദുഃഖത്തിന്റെ വർഷം എന്നാണ്. അപ്പൊ നബിക്ക് വലിയ ദുഃഖമുണ്ടായ, പ്രയാസമുണ്ടായ വർഷമായിരുന്നു. അപ്പോഴാണ് അല്ലാഹു തആല നബിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരു ആകാശ ടൂർ സംഘടിപ്പിച്ച് ഇസ്രാവും മിറാജും നടത്തി കൊടുത്തത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഏതൊരു മനുഷ്യനും ഇത്തരം പ്രതിഭാസങ്ങൾ വരുമ്പോൾ മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടാകും, ആരോഗ്യത്തിന് ക്ഷയം വരും. പക്ഷേ ഈമാൻ കൊണ്ട് അത് തിരിച്ചു പിടിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, സാധാരണഗതിയിൽ ഇപ്പോ ചെറിയ കുഗ്രാമങ്ങളിൽ വരെ മഹല്ല് കമ്മിറ്റികൾ, ഇപ്പോ ഈ സാധാരണ HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പ്രമേഹ രോഗത്തിന്റെ ടെസ്റ്റിൽ ഒരു വില കൂടിയ ടെസ്റ്റാണ്, ഒരു റാൻഡം ചെക്കിംഗ് ആണ്. ഒരു മഹല്ല് കമ്മിറ്റി ആ മഹല്ലിലെ പ്രമേഹ രോഗികളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് സൗജന്യമായി HbA1c ടെസ്റ്റ് നടത്തി. എന്നിട്ട് അതിൽ 10ന്റെയും 11ന്റെയൊക്കെ മേലെ സൂചകങ്ങളുള്ള ആളുകൾക്ക് തുടർ ചികിത്സ മഹല്ല് കമ്മിറ്റി സൗജന്യമായി കൊടുത്തു. ചില മഹല്ല് കമ്മിറ്റിയുടെ പൊതു പള്ളിയുടെ സ്ഥലത്ത് ആളുകൾക്ക് വ്യായാമം ചെയ്യാനുള്ള സാധന സാമഗ്രികൾ ഒരുക്കി കൊടുക്കുന്ന മഹല്ലുകൾ കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞത്, ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അതുപോലെ തന്നെയാണ് പ്രയാസങ്ങളുള്ള ആളുകളെ ചേർത്ത് പിടിച്ചും സ്വാന്തനപ്പെടുത്തിയും അവർക്ക് വേണ്ടുന്ന രൂപത്തിൽ പിന്തുണ കൊടുത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആളുകളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതോ, പ്രശ്നങ്ങളുള്ള ആളുകൾ, മാനസികമായി വിഷമം അനുഭവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ മറികടക്കുക? അതിനൊന്ന് അല്ലാഹ് പറഞ്ഞു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബി. പ്രതിസന്ധികൾ വരുമ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകും എന്ന് അല്ലാഹ് ഓഫർ നൽകി. നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആകെ നിലവിളി ഉണ്ടാക്കി, പരിഭവം പറഞ്ഞ്, അങ്ങനെ കഷ്ടപ്പാടുകളുടെ ഒരു നീണ്ട വാറോലകൾ നിരത്തിയിട്ട് പ്രശ്നം പരിഹരിക്കൂലല്ലോ. ക്ഷമയോടെ അവധാനതയോടെ നിർത്താ, അള്ളാഹു അതിന് പ്രതിഫലം തരും എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ നേരിടുക മാനസികമായിട്ട്? അത് അല്ലാഹ് പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളെ മനസ്സുകൾ ശാന്തമാകുന്നത്, മനസ്സുകൾ നേർക്കുനേരെ ബാലൻസ് ചെയ്യുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളെ കൊണ്ടാണ് എന്ന് അല്ലാഹ് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിൽ നല്ല വിശ്വാസമുണ്ടാവണം. അല്ലാഹ് പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുവോ അവൻ അല്ലാഹ് മതി. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കാണുന്ന, എൻ്റെ എല്ലാ നൊമ്പരങ്ങളും കേൾക്കുന്ന, എൻ്റെ പ്രാർത്ഥന സാഗൂതം ശ്രദ്ധിക്കുന്ന എൻ്റെ റബ്ബ് അറിയാതെ എനിക്ക് ഈ പ്രതിസന്ധി വരില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ റബ്ബ് അതിന് പരിഹാരമുണ്ടാക്കി തരും എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രാർത്ഥന വരുന്നത്. ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുൽ ചെയ്താൽ എൻ്റെ റബ്ബ് അതിന് പരിഹാരം ഉണ്ടാക്കി തരും. അതോടൊപ്പം തന്നെ നമുക്കൊരു പ്രതീക്ഷ വേണം. എന്താ പ്രതീക്ഷ വേണ്ടത്? അല്ലാഹ് പറഞ്ഞല്ലോ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ. എല്ലാ ഞെരുക്കങ്ങളോടൊപ്പവും ഒരാശ്വാസം വരും. ജീവിതത്തിൽ എന്നും ഞെരുക്കങ്ങളും കഷ്ടപ്പാടും ആവില്ല.
അള്ളാ ഈ കഷ്ടപ്പാട് സഹിച്ചാൽ എനിക്ക് എളുപ്പം തരും, എനിക്ക് ജീവിതം സൗകര്യമായി തീരും, അല്പം കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ജീവിതത്തിൽ സാധാരണമാണല്ലോ എന്ന് ഒരു സ്വാഭാവികമായ ചിന്ത. പിന്നെ അതോടൊപ്പം എന്ത് വേണം? ജീവിതത്തിൽ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും വരാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ, പടച്ചവനെ ക്ലേശങ്ങളും ദുരിതങ്ങളും തരുന്നതിൽ നിന്ന് എന്നെ പരീക്ഷിക്കരുതേ എന്നൊരു പ്രാർത്ഥന കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർക്ക് ഏതു തരം പ്രശ്നങ്ങൾ വരുമ്പോഴും സമചിത്തത കൈവിടാത്ത ഒരു മനോബലം നിലനിർത്താൻ സാധിക്കും. ഒരു ചരിത്രത്തിലൊരു സംഭവം കാണാം. ഒരു മനുഷ്യൻ ഒരു രാത്രി കൊണ്ട് ഒരു മഴ വന്ന് ഒന്നാകെ കുത്തിയൊലിച്ചു പോയൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ താഴ്വരയിലെ വലൈസ ഫീ ദാലിക്കൽ വാദി അഗ്നാ മിന്നി വല അക്സറ മിന്നി മാലൻ, ഈ താഴ്വരയിൽ എന്നെക്കാളും വലിയ സമ്പന്നനോ എന്നെക്കാളും വലിയ ഐശ്വര്യവാനോ ഉണ്ടായിരുന്നില്ല. അത്രയും നല്ല പൊസിഷനിലായിരുന്നു ഞാനിവിടെ ജീവിച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്തു? രാത്രിയിൽ ഒരു പ്രളയം കെട്ട് വന്നു, ഒരു മഴ, ഒരു കോരിച്ചെരിയുന്ന മഴ വന്നിട്ട് കുത്തി ഒലിച്ച് എൻ്റെ സമ്പത്തൊക്കെ പോയി, വീട് പോയി, കുടുംബം ഒലിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം പറയാം, അവശേഷിച്ചത് ഒരു കുട്ടിയും ഒരൊട്ടകവും ഞാനും മാത്രം. എന്ത് ചെയ്യണമെന്ന എങ്ങനെയോ തൻ്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടി, ബാക്കിയൊക്കെ ആ വെള്ളത്തിലാണ് ഒലിച്ചു പോയി. ഇത് പറയുമ്പോൾ നമുക്കിപ്പോൾ അതൊരു അത്ഭുതമല്ല. വയനാടൻ കാടുകളിൽ നിന്ന് കുടുംബങ്ങൾ ഒന്നടങ്കം ഒലിച്ചു പോയി, ചാലിയാർന്ന് മയ്യത്ത് കിട്ടിയതൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്ന പോലെയുണ്ട്. അങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ ആ കുട്ടി ഒരു ചെന്നായാൻ പിടിക്കുക. കാരണം ഈ മരിച്ചവരുടെ ഈ രക്തത്തിൻ്റെയൊക്കെ വാസന കേട്ടിട്ട് ചെന്നായ വന്നിട്ടേ ബാക്കിയുള്ള ആ കുട്ടീനെ ചെന്നായ കടിക്കുക. പിടിയും വലിയും കൂടി തലയായിട്ട് ചെന്നായ കുട്ടീനെ തലയായിട്ട് പോവാ. പിന്നെ അയാൾക്കുള്ളത് ഒരു ഒട്ടകാണ്. ആ ഒട്ടകം വിരലി പിടിച്ച് ഓടുകയാണ്. എവിടുക്കാ ഓടുന്ന അറിയില്ല. ആ രാത്രിയിൽ എങ്ങോട്ടാ ഓടുന്നത്? അതിൻ്റെ പിന്നാലെ പിടിക്കാൻ വേണ്ടി ഒരു ഒട്ടകെങ്കിലും ഉണ്ടല്ലോ. ആ ഒട്ടകം തട്ടിയിട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും പോയി. എന്നിട്ട് അദ്ദേഹം ഉർവത്തുൽ സുബൈറിനോടാണ് ഈ സംഭവം പറയുന്നത്. അല്ലാഹുമ്മ ലക്കൽ ഹംദ്. എന്നിട്ട് അയാൾ ആ വയസ്സായ മനുഷ്യൻ, കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട്, സമ്പത്ത് പോയി, മക്കളൊക്കെ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ എന്നിട്ട് ഉർവത്തുൽ സുബൈറിനോട് പറയുന്ന വാക്ക് അല്ലാഹുമ്മ ലക്കൽ ഹംദ്, പടച്ചവനാണേ സർവസ്തുതികളും. എന്താ കാരണം? തറക്കലി കൽബൻ ആമിറൻ, ഇപ്പോഴും സമ്പന്നമായൊരു മനസ്സ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഈ പരീക്ഷകളൊക്കെ വന്നിട്ട് ഞാൻ പതറിയിട്ടില്ല. കാരണം ഈ ആരോഗ്യവും ഈ സമ്പത്തും ഒക്കെ തന്ന റബ്ബാണ്. കുറെ കാലം ആസ്വദിച്ചു അനുഭവിച്ചു ഞാൻ ജീവിച്ചു. ഒരൊറ്റയടിക്ക് അതെല്ലാം ഇല്ലാതായിപ്പോയി. സംഭവം ശരിയാണ്. പക്ഷെ എൻ്റെ റബ്ബ് സമ്പന്നമായൊരു മനസ്സ് എനിക്ക് നൽകിയിട്ടുണ്ട്. പോരാ, വലിസാനൻ ദാക്കിറൻ, ദിക്ർ ചെല്ലുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവും എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും ധന്യനാണ്, ഐശ്വര്യവാനാണ് എന്ന് ആ പ്രായത്തിലും ഉർവയോട് പറഞ്ഞു കൊടുക്കുന്ന രംഗുണ്ട്. ഇപ്പൊ സൂചിപ്പിച്ചു വരുന്നത്, ജീവിത പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതമല്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതമാണ് ആരോഗ്യകരമായ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ളത്. അത്തരം ജീവിത വിധാനത്തെ കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.